ഇന്നലെ അങ്കിള് നിഖിലിനെ വിളിച്ചപ്പോഴേ ഞങ്ങൾ തറവാട്ടിലായിരുന്നു. കുറെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. എന്റെ കൂടെ ഒരാൾ കൂടി വന്നിട്ടുണ്ട് കാണാൻ, എന്റെ അച്ഛൻ. നിഖിലിന്റെ അച്ഛൻ. ഞാൻ പറഞ്ഞ് അങ്കിളിനെ അച്ഛൻ അറിയാം. രവിശങ്കർ, അതാണ് എന്റെ പേര്. ഇവള് പക്ഷേ എന്നെ പപ്പൂസെന്നാ വിളിക്കുന്നെ. കുഞ്ഞിനാളിലെ അങ്ങനെ വിളിച്ച് ശീലിച്ചതാ. പപ്പൂസ് എന്നെ കൊണ്ടുവിടാനായിട്ട് വന്നതാ. അപ്പോ അങ്കിളിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഒന്ന് പരിചയപ്പെട്ടിരിക്കാലോ. നിഖിൽ ഇവിടുത്തെ സ്വന്തം ആളാ. പപ്പൂസ് എന്താ ആലോചിക്കുന്നത്? ബാബുജി ഡൽഹിന്നല്ലേ ഇങ്ങോട്ട് വന്നത്? അതെ. എന്താ സർ ചോദിച്ചത്? ഏയ്, കോളേജിൽ എന്റെ സീനിയറായിട്ട് ഉണ്ടായിരുന്ന ഒരാൾക്ക് ഇതേ മുഖഛായയായിരുന്നു. ആണോ? അതെ. യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ പെയിന്റിങ്ങിന് ഒരു വർഷം എനിക്ക് 3ാം സ്ഥാനമുണ്ടായിരുന്നു. അന്ന് 1ാം സമ്മാനം ഇദ്ദേഹത്തിനായിരുന്നു. സത്യമാണോ പപ്പൂസ്? യെസ്, ഞാൻ വ്യക്തമായിട്ട് ഓർക്കുന്നു. അങ്ങള് വരയ്ക്കുന്ന കാര്യമൊന്നും എനിക്കും അറിയായിരുന്നില്ല. ബാബുജി ഓർക്കുന്നോ ഈ പറഞ്ഞ കാര്യങ്ങള്? ഓർക്കുന്നില്ലെന്ന്. പല സംഭവങ്ങളുടെയും കൂട്ടത്തില് അതും മറന്നുപോയതാണ്. ഞാനിപ്പോ എന്തു വേണം? ഞാൻ പലതവണ സാറിനോട് പണം ചോദിക്കുന്നു. നിങ്ങൾ തരുകയും ചെയ്യുന്നുണ്ട്. ആ പരിപാടി അങ്ങ് നിർത്തിയാലോ എന്ന് ഞാൻ ആലോചിക്കുന്നു. ഞാൻ ഉദ്ദേശിച്ചത് ഈ ഇൻസ്റ്റാൾമെന്റ് പരിപാടി അങ്ങ് നിർത്തിയാലോ എന്നാണ്. 2 പേർക്ക് സൗകര്യമുള്ള മറ്റൊരു പ്ലാനുണ്ട്. എനിക്കൊരു നല്ല തുക ഒരുമിച്ച് തന്ന് നമുക്കതങ്ങ് സെറ്റിൽ ചെയ്യാം. അതായത് ഒരു ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി. അറിയില്ല. എന്താ, അതല്ലേ നല്ലത്? എപ്പോഴും ഇങ്ങനെ മെനക്കെടണ്ടല്ലോ. താൻ എന്ത് വിചാരിച്ചു എന്നെ കുറിച്ച്? വിചാരിച്ചത് എന്തെങ്കിലും ആവട്ടെ, അതല്ലല്ലോ വിഷയം. ഒരു സെറ്റിൽമെന്റിന് ഞാൻ തയ്യാറല്ല. സൗകര്യമില്ല എനിക്ക്. ഇനി ഒരു 10 രൂപ പോലും തനിക്ക് തരാനും ഉദ്ദേശിക്കുന്നില്ല. എന്നാ ഓക്കെ, എനിക്ക് പോയിട്ട് കാര്യമുണ്ട്. ഇനി ക്യാഷും ചോദിച്ചോണ്ട് താൻ ഞാൻ വിളിക്കരുത്. വിവരം അറിയും, മനസ്സിലായോ? ഓക്കെ, ഞാൻ വിളിക്കുന്നില്ല. പക്ഷേ കൊള്ളാവുന്ന വീട്ടിലെ പയ്യനല്ലേ. ഒരു കാര്യം പറയുമ്പോ നമ്മളതങ്ങനെ കേൾക്കാതിരിക്കുന്നേ. പക്ഷേ വേറൊരു പാർട്ടി സാറിനെ വിളിക്കും. പോലീസ്. അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്നും സാറിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരും. വെറുതെ ഓലപ്പാമ്പിനെ കാണിച്ച് പേടിപ്പിക്കല്ലേ. ഓലപ്പാമ്പല്ലടൂ, വിഷമുള്ള ഇനമാണ്. അരവിന്ദരാജയെ തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് നിഖിൽ ഉണ്ണിത്താന്റെ ഫോണിൽ നിന്ന് പോയ കുറെ കോളുകളുണ്ട്. ആ ഫോൺ കോളുകളുടെയും മെസ്സേജുകളുടെയും ഡീറ്റെയിൽസ് എന്റെ കയ്യിലുണ്ട്. അക്കാര്യം മറന്നുപോയി സാർ. ഇനി തീരുമാനിക്കേ എന്ത് ചെയ്യണമെന്ന്. സാറ് സമയമെടുത്ത അത് എന്റെ മറ്റേ ഫോണാണ്.
അപ്പുറത്തിരിക്കോ? ഉദയേട്ടനാ മിക്കവാറും ഇനിയും വിളിക്കും. ആ ഫോൺ ഓഫാക്കി വെക്കേ. ശേ, ഉദയേട്ടനെ സംശയിക്കും. ഒരു വോയിസ് മെസ്സേജ് ഇടാം. മിണ്ടല്ലേ? ഉദയേട്ടാ, ഞാനേ വീട്ടില് ജപിച്ചോണ്ടിരിക്കുവാ, പിന്നെ വിളിക്കാവേ. ആ, വാ, വാ. ഉദയേട്ടാ, ഞാനേ വീട്ടില് ജപിച്ചോണ്ടിരിക്കുവാ, പിന്നെ വിളിക്കാവേ. 2-3 മോഡലിലുള്ള ഡിസൈൻസ് തയ്യാറാക്കിയിട്ടുണ്ടെന്ന്. നാളെ കണ്ടിട്ട് മീരെ അഭിപ്രായം പറയണം. എന്തോ എന്നെപ്പറ്റി ഓർത്തല്ലോ, അതിന്റെ പുഞ്ചിരിയായി മുഖത്ത്. വേറൊന്നുമല്ല, രാജ് കിച്ചന്റെ ബ്രാഞ്ചുകൾ പലയിടത്തും തുറക്കും, പലതരത്തിലുള്ള ഫുഡ് കോർട്ടുകൾ തുടങ്ങും എന്നൊക്കെ മുമ്പ് പറഞ്ഞിരുന്നില്ലേ? അതൊക്കെ എവിടെ തുടങ്ങിയോ എന്തോ. എന്നിട്ട് പുതിയ മെനു കാർഡ് മാത്രമേ ഉള്ളല്ലോ എന്ന് ഓർത്ത് ചിരിച്ചതാ. മൊത്തത്തിൽ എല്ലാ ബിസിനസ്സും ഡള്ള. ഈ ഒരു മങ്ങല് മാറുമ്പോഴേ പുതിയ രുചിഭേദങ്ങളോടെ ബ്രാഞ്ചുകൾ തുടങ്ങിയിരിക്കും. ഞാൻ ഒറ്റയ്ക്കല്ല, നമ്മളായിരിക്കും. കാത്തിരിക്കാം, അല്ലാതെ എന്ത് ചെയ്യാനാ? വെറൈറ്റി ഫുഡ് കോർട്ടിന്റെ കാര്യം പറഞ്ഞില്ലേ, അതിനും പ്ലാനുണ്ട്. ഒരാഗ്രഹം പറയട്ടെ? കേൾക്കാലോ. പാലക്കാട് സ്റ്റൈലിലുള്ള ഒരു പക്കാ വെജിറ്റേറിയൻ അയ്യങ്കാർ ഹോട്ടൽ. സസ്യവിഭവങ്ങൾ മാത്രം, വിവിധ തരം പായസങ്ങൾ, എന്നും ചക്കപ്പഴ പായസം. അതിനിപ്പോ അയ്യങ്കാറെ എവിടുന്ന് കിട്ടും? നമ്മുടെ രാജ് കിച്ചന് വേണ്ടിയല്ലേ. അയ്യങ്കാരാവാനും ഞാൻ മടിക്കില്ല. മിസ്സസ് അയ്യങ്കാരാവാൻ താൻ റെഡിയാവണമെന്നേ ഉള്ളൂ. അതെ, നല്ല രസമായിരിക്കും. നമ്മൾ രണ്ടുപേരും. ഞാൻ പറഞ്ഞത് അമ്മ മറക്കരുത്. പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാത്ത മട്ടിലായിരിക്കണം അവളോട് സംസാരിക്കേണ്ടത്. നമുക്ക് സംശയമുണ്ടെന്ന് ഇപ്പൊ വിമലയ്ക്ക് തോന്നരുത്. എന്നിട്ട് കയ്യോടെ പിടികൂടാം. ശരി മോനെ. ഈ പെണ്ണിന്റെ ഒരു കാര്യം. ദൈവമേ കാത്തോണേ. ഇനിയിപ്പൊ എന്തോ പറയും ദൈവമേ. വിമലെ, ദൈവമേ. സോറി ഉദയേട്ടാ. എന്റെ തറവാട്ടിലുണ്ടായിരുന്നു. പണ്ട് ഞങ്ങളുടെ കൃഷിയുടെയൊക്കെ ചുമതലയുള്ള പ്രായമുള്ള ഒരാളുണ്ടായിരുന്നു. അത് പക്ഷെ മൂപ്പനല്ല, ശങ്കരത്തി എന്ന ആളിനെ വിളിച്ചിരുന്നത്. ശങ്കരപ്പിള്ള എന്ന പേര് ചുരുങ്ങി ശങ്കരത്തി ആയത്. അവിടെ പക്ഷേ ശൂലം തറയ്ക്കുന്നത് പോലെയുള്ള വിശ്വാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല.
എന്താചാരമായാലും നല്ലത് വരണമെന്നുള്ള ആഗ്രഹത്തോടെയാണല്ലോ ചെയ്യുന്നത്. അത് നോക്കിയാ മതി. ആ മൂപ്പനും മൂപ്പത്തിയും നമ്മുടെ ആരുമല്ല. എന്നിട്ടും അവര് നിനക്കും കുഞ്ഞിനും വേണ്ടി അവർക്ക് വിശ്വാസമുള്ള ചടങ്ങുകൾ നടത്തിയില്ലേ? അവരുടെ പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടാവാതിരിക്കില്ല. ചായ, ദേ ചായ. എന്താ ഓർത്ത് നിൽക്കുന്നെ? ചായ കുടിക്കേ. എന്തായിരുന്നു ഒരു പകൽക്കിനാവ്? ഒന്നുമില്ല. എന്താ മോളെ, എന്തു പറ്റി? അരവിന്ദ് സാർ ഇവിടെ എങ്ങാനും ഉണ്ടോ? ATM ന്ന് ഒരു ദിവസം 20,000 വിഡ്രോ ചെയ്യാൻ പറ്റുപോലും. 1,00,000 രൂപയെങ്കിലും വിഡ്രോ ചെയ്യാൻ കഴിയണം. ഇവിടുത്തെ സിസ്റ്റം ഒന്നും ശരിയല്ല. ക്യാഷ് വിഡ്രോ ചെയ്തതിന്റെ മെസ്സേജ് ഫോണിൽ ചെല്ലാതിരിക്കാനുള്ള പണി ഒപ്പിച്ചിട്ടുണ്ട്. ഇനി മെസ്സേജ് എങ്ങാനും ചെല്ലുമോ? വെള്ളം വേണോ ദേട്ടാ? ചെറിയ ചൂടുണ്ട്. വേണ്ട. ഈ കുമാരൻ ജോൾസിന് ആളെങ്ങനെ? ആരോ ദേട്ടാ? കുമാരൻ ജോൾസൻ. എന്താ നിനക്കറിയില്ലേ? നമ്മുടെ കുമാരൻ ജോത്സ്യൻ. അതെ, അമ്മ പറഞ്ഞു കേമനാണെന്ന്. ആണോ? ആ മിടുക്കനാ, ഞാനും കേട്ടിട്ടുണ്ട്. നമുക്ക് ആ പാർട്ടി ഒന്ന് കണ്ടാലോ? അവരൊക്കെ പഴയ മട്ടിലുള്ള ജോത്സ്യന്മാരാ. ഈ കബഡി നിരത്തി കണക്ക് നോക്കി വെറുതെ സമയം കളയും. നാട്ടിലെ ഇപ്പോഴെല്ലാവരും കമ്പ്യൂട്ടർ ജോത്സ്യമാ. പെട്ടെന്ന് കാര്യങ്ങൾ അറിയാൻ പറ്റും. അല്ല ഉദയേട്ടൻ ഇപ്പൊ ജോത്സ്യനെ കാണുന്ന എന്തിനാ? എനിക്കെന്തോ ഈയിടെയായിട്ട് മൊത്തത്തിലൊരു സുഖമില്ലായ്മ. മനസ്സിനും ശരീരത്തിനും ഒക്കെ ഒരു ക്ഷീണം പോലെ. ഉറക്കവും ശരിയാവുന്നില്ല. അതിന് ഡോക്ടറല്ലേ ഉദയേട്ട കാണേണ്ടത്. അതുകൊണ്ട് ഒരു കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ശരീരത്തിനല്ല, എന്റെ മനസ്സിനാണ് പ്രശ്നം. എന്തോ നല്ലതല്ലാത്തത് സംഭവിക്കാൻ പോകുന്നതായി ഒരു ഭയം. ടോട്ടലി ഒരു ടെൻഷൻ. നമുക്ക് ഒരു കുഞ്ഞുണ്ടാവാൻ പോവല്ലേ? അതിനെ കണ്ണു നിറയെ കാണുന്നതിന് മുമ്പ് എനിക്കെന്തെങ്കിലും പറ്റിയാലോ? അയ്യോ ഉദയേട്ട, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു എന്നെയും കൂടെ ടെൻഷൻ അടുപ്പിക്കല്ലേ. ഉദയേട്ടന്റെ സംസാരത്തിൽ എന്തോ ഒരു പന്തികൾ. വിമലെ, രാഗിണി, ഉദയേട്ടന്റെ അമ്മ നിന്നോട് വല്ലതും ചോദിക്കോ പറയാൻ മറ്റോ ചെയ്തോ ഇന്നെങ്ങാനും? ഇല്ലല്ലോ. നീ ഒന്ന് ഓർത്തു നോക്കിയേ. ആന്റിയെ ഞാൻ കണ്ടിട്ട് 2 ദിവസമായി. എന്താ വിമലെ? ഓ, ഉദയേട്ടൻ ഇപ്പോഴേ ഒരാവശ്യമില്ലാതെ ആ കുമാരൻ ജോത്സ്യന്റെ കാര്യം എടുത്തിട്ടു. നിന്റെ ചുറ്റികളെ ഉദയേട്ടന് മനസ്സിലായോ? എന്നെനിക്കൊരു സംശയമുണ്ട്. കൊച്ചുണ്ടായാലേ
1 വർഷത്തിനകം ഉദയേട്ടന്റെ മരണം സംഭവിക്കുമെന്ന് ജോത്സ്യം പറഞ്ഞതായിട്ട് ഞാനൊരു കള്ളക്കഥ ഉണ്ടാക്കിയില്ലേ? ഉദയേട്ടൻ അതിന്റെ മണം അടിച്ചോന്ന് എന്റെ ഡൗട്ട്. അത്തരത്തിലുള്ള ചില സൂചന വെച്ച ഡയലോഗുകൾ ഇപ്പൊ പറഞ്ഞു. അമ്മയെ ന്യൂസ് വെച്ച് കൊടുത്ത എന്റെ ഫലമാണോന്ന ഇപ്പൊ എന്റെ സംശയം. കുഴപ്പാവോ? ഓ, ഞാൻ സംശയിക്കുന്ന പോലെ ആണെങ്കിൽ നല്ല കുഴപ്പമാവും. ഒരു കാര്യം ചെയ്യ് വിമലെ, നേരിട്ട് ആ ജോത്സിനെ വിളിക്ക്, കാര്യം പറ. അയാൾക്ക് നിന്നെ രക്ഷിക്കാൻ കഴിയും. ഉദയേട്ടൻ ചെല്ലുമ്പോ ജോത്സ്യൻ നീ പറഞ്ഞത് ശരിയാണെന്ന് ആവർത്തിച്ച പോരെ? ഞാനത് ആലോചിച്ചതാ. പക്ഷേ സന്ധ്യക്ക് 7 മണി കഴിഞ്ഞ പിന്നെ കുമാരൻ ജോത്സര് ഫോൺ എടുക്കില്ലല്ലോ. അങ്ങേരത് ഓഫ് ചെയ്ത് വെക്കും. അങ്ങേര് പിന്നെ രാവിലെ 9 മണിക്ക് ഫോൺ ഓണാക്കത്തുള്ളൂ. രാവിലെ എങ്ങാനും ചേട്ടൻ അയാളെ കാണാൻ പോയാ എന്റെ പൊന്നു രാഗിണി, എന്റെ കാര്യത്തിൽ അതോടൊരു തീരുമാനം ഉണ്ടാവും. ഇനിയിപ്പോ എന്ത് ചെയ്യും? ടെൻഷനായല്ലോ. ചില്ലറ ടെൻഷനാണോ? ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു വഴി തോന്നിയാ നീ വിളിച്ച് പറയണേ രാഗിണി. ശരിയേട്ടോ. അതിനെ ഒരു കീഴ്വഴക്കമുണ്ട്. മോനായിരിക്കുമെന്ന് അമ്മയും അതല്ല മോളായിരിക്കുമെന്ന് അച്ഛനും പറഞ്ഞ് ബെറ്റ് വെക്കും. അതൊക്കെ സിനിമയിലും സീരിയലിലും മാത്രമേ കാണൂ. അതെ, നമുക്ക് വെറുതെ ഒന്ന് ബെറ്റ് വെച്ച് നോക്കിയാലോ? ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. പകരം വേറൊരു കാര്യമുണ്ട്. അതെന്താ? ഇതിൽ ഒരു വിരലിത്തോട്. 3 വിരലുകളോ? സാധാരണ 2 വിരലല്ലേ കാണിക്കുന്നത്? ഇത് പുതിയൊരു ഐറ്റമാ. ഏതെങ്കിലും ഒരു വിരലിത്തോട്. എടാ, കുട്ടി ആണാണോ പെണ്ണാണോ എന്നറിയാനല്ലേ ഇത്. അതിനെന്തിനാ 3 വിരലുകള്? അതോ പഴയ രാജകൊട്ടാരത്തിലെ കഥ പോലെയാണോ? എന്ത് കഥ? ആ, അങ്ങനെ ഒരു കഥയുണ്ട്. ആണോ? ഇവിടെയല്ല, അങ്ങ് സായിപ്പിന്റെ നാട്ടില്. ഈ രാജ്ഞിയുടെ പ്രസവ സമയം അടുത്തു. രാജാവിന് ആൺകുട്ടി വേണമെന്നായിരുന്നു ആഗ്രഹം. അമ്മയ്യമ്മയ്ക്കോ പെൺകുട്ടി മതി. കൊട്ടാരൻ ഡോക്ടർക്ക് ആകെപ്പാടെ അങ്ങ് ടെൻഷനായി. കുഞ്ഞാണാണെന്ന് പറഞ്ഞാ രാജാവിന് സന്തോഷവും. അമ്മയ്യമ്മയോ തലവെട്ടും. ഇനി പെണ്ണാണെന്ന് പറഞ്ഞാലോ അമ്മയമ്മ സന്തോഷിക്കും, പക്ഷെ രാജാവ് തലവെട്ടും. ഒടുവില് രാജ്ഞി പ്രസവിച്ചു. ബുദ്ധിമാനായ ഡോക്ടർ അത് അറിയിച്ചത് എങ്ങനെയാണെന്നറിയോ? എങ്ങനെ? ദ ബോയ് ഇസ് എ ഗേൾ എന്ന്. അത് കൊള്ളാം. ആ, എന്നുവെച്ചാ കഥ പറഞ്ഞത് ആരാ? ഞാൻ ഈ കൈയും പൊക്കി പിടിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് കുറെ സമയമായി. നീ ഒന്ന് തൊട്ടെ. പറ്റില്ല. 3 വിരലിന്റെ രഹസ്യം എന്താണെന്ന് പറഞ്ഞാലേ ഞാൻ തൊടൂ. പറയാം. ഒരു വിരലിൽ തൊട്ടാ മോൻ. ഓക്കെ. അടുത്ത വിരലിലാണ് തൊടുന്നതെങ്കിൽ മോള്. അത് ഓക്കെ. ഇനി അടുത്ത വിരലിൽ തൊട്ടാലോ? ഒരു മോനെയും മോളെയും ഒരുമിച്ചായിരിക്കും നീ പ്രസവിക്കുന്നത്. ട്വിൻസ്. കാടിനെ പ്രണയിക്കുന്ന ഫോട്ടോഗ്രാഫർ. ഇതിനെ കുറിച്ചുള്ള ഫീച്ചർ ആണല്ലോ. ഇത്ര ജീനിയസ് ആയിരുന്നു മുകുന്ദൻ. അതെന്തോ ഇതേട്ട് അങ്ങനെ ചോദിച്ചത്? അല്ല, അമ്പലത്തിലോ ജോത്സ്യന്റെ അടുത്തോ മറ്റോ പോവാൻ പ്ലാൻ ഉണ്ടോന്നറിയണ്ടേ? നമുക്ക് ഒരുമിച്ചൊന്ന് പുറത്തു പോണം. എന്താ, പോവാൻ റെഡിയല്ലേ? എന്റെ ഉദയേട്ടൻ വിളിച്ചാ എവിടേക്കാണെങ്കിലും ഞാൻ വരും. അങ്ങനെ എവിടെങ്കിലും അല്ല, വക്കീൽ ഓഫീസിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. കേട്ടില്ലേ ഞാൻ പറഞ്ഞത്? അഡ്വക്കേറ്റിന്റെ ഓഫീസിലേക്ക്. എന്നെയും എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ആലോചിക്കുന്ന
ഒരു സ്ത്രീയോടൊപ്പം എങ്ങനെ ഞാൻ ജീവിക്കും? എനിക്ക് എന്ത് മനസ്സമാധാനം ഉണ്ടാവും? എത്രമാത്രം ഞാൻ വിശ്വസിക്കും? അതുകൊണ്ട് ഡിവോഴ്സ് പെറ്റീഷൻ കൊടുക്കാം നമുക്ക്. ഉദേട്ടാ, എനിക്ക് നിന്നെ ഭയമായി തുടങ്ങിയിരിക്കുന്നു. എന്റെ ഉദേട്ട അങ്ങനൊന്നും പറയല്ലേ. നമ്മുടെ കുഞ്ഞിന്റെ കാര്യം ഉദേട്ട മറന്നുപോയോ? നമ്മുടെ കുഞ്ഞോ? നീ നശിപ്പിക്കാൻ ആഗ്രഹിച്ച കുഞ്ഞിനെ എങ്ങനെ നമ്മുടെ കുഞ്ഞെന്ന് പറയും? ഉദേട്ട, നിനക്കതിന് വേണ്ടല്ലോ. എന്റെ മാത്രം കുഞ്ഞാ അത്. അയ്യോ, എനിക്കിതൊന്ന് കേക്കാം വയ്യ. അതുകൊണ്ട് കുഞ്ഞിന്റെ കാര്യം കോടതി തീരുമാനിക്കട്ടെ. നിനക്കതിനെ കിട്ടില്ല. ഞാൻ വളർത്തിക്കൊള്ളാം. മതി, എനിക്കിതൊന്ന് കേക്കാം വയ്യ. എനിക്കിത് താങ്ങാൻ പറ്റില്ല ഉദേട്ടാ. ഒന്നും കേൾക്കണ്ട എനിക്ക്. വിവാഹമോചനം എന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്റെ പൊന്നുദേട്ട, എന്നെ ഇങ്ങനെ ശിക്ഷിക്കല്ലേ. അയ്യോ, എന്റെ ദൈവങ്ങളെ, എന്റെ കുഞ്ഞ്, എന്റെ കുഞ്ഞ്. അമ്മ, ഈ ഉദേട്ടൻ പറഞ്ഞ അമ്മ കേട്ടില്ലേ? വക്കീലിനെ കാണാൻ പോവാന്ന്. വക്കീലിനെ അല്ല, ഡോക്ടറെയാ കാണേണ്ടത്. അയ്യോ അമ്മ, നിനക്ക് വേണ്ടത് ചികിത്സയാ, മനസ്സിനുള്ള ചികിത്സ. ഉദയ, അമ്മ ഇനി ഇവൾക്ക് വേണ്ടി ശുപാർശ നടത്തണ്ട. വിമലയാണെന്നൊന്നും നീ ഓർക്കണ്ട. നിന്റെ കുഞ്ഞിന്റെ അമ്മ, അത്രയും വകവച്ചാ മതി. ഇവള് ചെയ്ത തെറ്റിന് അമ്മയോടൊപ്പം ജീവിക്കാനുള്ള ആ കുഞ്ഞിന്റെ അവകാശം നിഷേധിക്കുന്നത് ശരിയല്ല. മുത്തശ്ശൻ നോക്കിയില്ലെങ്കിൽ മുത്തശ്ശൻ ദേ ഉണ്ണിയേട്ടൻ. ഇതെന്താ മുത്തശ്ശ? പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ കൊച്ചുമക്കൾ കൊടുക്കാനുള്ള ഏറ്റവും വിലപ്പെട്ട സമ്മാനമാണിത്. എന്തായിരിക്കും? തലമുറകൾ കൈമാറി വന്ന സമ്മാനം. ഇതെന്താണെന്നറിയാൻ എന്റെ കൊച്ചുമക്കൾ നിഖിലും നിളയും ഇവിടെ വരൂ. വാ, പോയിട്ട് വരാം. നടക്ക. നമുക്കേ ഒന്ന് പൊട്ടിച്ചു നോക്കിയാലോ? പഠിക്കാം. ദാ. നീ ഇവിടെ നിൽക്ക്, ഞാൻ അപ്പുറത്തേക്ക്. ഒന്നിന്റെ പകുതിയെ തരത്തുള്ളേ. ജിലേബി മതിയെന്നോ അങ്കിൾ? കൊതിയനാണല്ലേ. കൊള്ളാം. ഇനി ചോദിക്കരുത്, ലാസ്റ്റ്. ഓക്കെ, പെട്ടെന്ന് കഴിക്കണേ. അത് ശരി, എനിക്കറിയായിരുന്നു ഇത് എവിടെ പരിപാടിന്ന്. ഞാൻ പറഞ്ഞല്ലേ. മതി സ്വീറ്റ്സ് കഴിച്ചത്, ഇനി തിന്നത് കാണട്ടെ. അച്ഛനും കൊള്ളാം, മോനും കൊള്ളാം, കള്ളന്മാരാ രണ്ടും. അയാളുടെ ഉത്തരവാദിത്വമല്ലേ, സാരല്ല. അതെ, ഫംഗ്ഷന്റെ വീഡിയോ കാണണ്ടേ? ഫോണിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്.
അങ്കിളിന് കാണണോ? മുഴുവൻ പരിപാടിയുടെയും വീഡിയോ ഉണ്ട്. ദാ എല്ലാവരും ഉണ്ട്, ഫുൾ സെറ്റപ്പാ. ദാ നിള. ഇത് അരവിന്ദ് രാജ സാർ. ഗെറ്റപ്പ് കൊള്ളാം അല്ലേ? ഇതാണ് ക്ലാര ആന്റി. താഴത്തെ ഫ്ലാറ്റിലെയാ. മുത്തച്ഛനും ക്ലാര ആന്റിയുമായി ചെറിയൊരു പ്രേം നസീർ ശീല ലൈൻ ഉണ്ടെന്നാ പറയുന്നത്. ഇത് മേധ, നമ്മുടെ കുട്ടിയങ്ങളുടെ മോളാ. UPSC സെലക്ഷൻ ആയിരിക്കെ. അച്ഛന് മധുരം കൊടുക്കേണ്ടത് മകൻ തന്നെയല്ലേ? പിന്നെ ഫോണിൽ ഞാൻ ഗെറ്റ് ടുഗദർ ഷൂട്ട് ചെയ്തിരുന്നില്ലേ, അത് ഞാൻ അങ്കിളിനെ കാണിച്ചു. ആണോ? അല്ല, നീ അത് കാണിച്ചോ? അതെ. എന്നിട്ട് അങ്കിള് കണ്ടോ? അത് വലിയ താല്പര്യത്തോടെയാ കണ്ടത്. അങ്കിളിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാ അടിപൊളിയായിരുന്നു. ഷൂട്ട് ചെയ്തത് ഞാനാണല്ലോ. ആ വീഡിയോയില് നമ്മളെല്ലാവരും ഉണ്ടായിരുന്നില്ലേ? പിന്നെ നമ്മുടെ ഫുൾ ഫാമിലി നിറഞ്ഞു നിൽക്കുമായിരുന്നല്ലോ. നിഖിൽ, എന്താടി? മുത്തശ്ശന്റെയും അമ്മയുടെയും വീഡിയോയും അങ്കിള് കണ്ടോ? അത് മാത്രം ഞാൻ കാണിക്കാതിരിക്കോ? നീ എന്തൊരു മണ്ടിയാ. അതെ പപ്പൂസേ. എന്നിട്ട് പിന്നെ എന്തുണ്ടായെന്ന് പറ. നിഖിലിന്റെ അച്ഛൻ ആരെയും തിരിച്ചറിഞ്ഞില്ല. ഇല്ലേ? മീരയും ഉണ്ണിത്താൻ സാറും വീഡിയോയിൽ ഉണ്ടായിരുന്നല്ലേ? എല്ലാവരും ഉണ്ടായിരുന്നു. മീരാമ്മയും മുത്തശ്ശനെയും കണ്ടിട്ട് അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു ഭാവമാറ്റവും ഉണ്ടായില്ല. ഞാൻ നിഖിലിനോടും പ്രത്യേകം ചോദിച്ചിരുന്നു. അവന് കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. നല്ല ഫാമിലിയാ, എല്ലാവരും കൊള്ളാമെന്ന് നിഖിലിന്റെ അച്ഛൻ കമന്റ് പറഞ്ഞു. അത്ര പപ്പൂസിന് ഒരു കാര്യം കേൾക്കണോ? നമുക്ക് രണ്ടുപേർക്കും അറിയാവുന്ന, ഈ കാര്യങ്ങൾ അറിയാവുന്ന ഒരാളുകൂടിയുണ്ട്. അതാരാണ്? സോന. നമ്പീശൻ ഡോക്ടറാ എന്നോട് ഇക്കാര്യം പറഞ്ഞത്. പക്ഷെ എനിക്ക് നിഖിലിന്റെ അച്ഛനെ മനസ്സിലായ വിവരം ഇപ്പൊ സോന അറിയണ്ടെന്നാ ഡോക്ടർ പറയുന്നത്. ചികിത്സയുടെ ഡെവലപ്മെന്റിനെ കുറിച്ച് ഡോക്ടർ എന്ത് പറയുന്നു മോളെ? ഡോക്ടർക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടെന്നാ തോന്നുന്നത്. അങ്ങനെ പെട്ടെന്ന് പൂർണ്ണമായി മാറുന്ന അസുഖം അല്ലാന്നും പറയുന്നുണ്ട്. നിഖിലിന്റെ അച്ഛൻ അമ്മയെ കണ്ടിട്ട് മനസ്സിലായില്ല എന്ന് പറഞ്ഞപ്പോ സത്യം പറയാലോ, എനിക്കൊരാശ്വാസം ഉണ്ടായിരുന്നു. ആശ്വാസോ? അതെന്താ? കുറെ കൂടി കഴിഞ്ഞ് മതി പപ്പൂസെ. മനസ്സൊന്ന് പാകപ്പെട്ടിട്ട് പിന്നെ മതി.